ഒരു ഫുൾ ടൈം അസിസ്റ്റന്റിനെ പോലെ 24 മണിക്കൂറും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങളുടെ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുന്ന ഒരു ചാറ്റ് ബോട്ടിനെ പരിചയപ്പെട്ടാലോ? അതാണ് ഓപ്പൺ ക്ലൗ. ചാറ്റ് GPT, ജെമിനി പോലുള്ള AI ടൂളുകൾ ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ തീർച്ചയായും ഓപ്പൺ ക്ലൗവിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഓപ്പൺ ക്ലൗ വെറും ഒരു ചാറ്റ് ബോട്ട് അല്ല, ഇത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നേരിട്ട് പ്രവർത്തിക്കുന്ന AI അസിസ്റ്റന്റ് ആണ്. നിങ്ങളുടെ ഫയലുകൾ, ഇമെയിലുകൾ, ആപ്പുകൾ എന്നിവയിൽ ഓപ്പൺ ക്ലൗവിന് ഫുൾ ആക്സസ് ഉണ്ടാകും. വാട്സപ്പ് വഴിയോ ടെലിഗ്രാം വഴിയോ നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും ഇത് നിങ്ങൾക്കായി പ്രവർത്തിക്കും. ഒരു ഫുൾ ടൈം അസിസ്റ്റന്റിനെ പോലെ 24 മണിക്കൂറും നിങ്ങൾക്ക് വേണ്ടി ടാസ്കുകൾ ചെയ്യാൻ ഇതിന് സാധിക്കും. ഇത് തികച്ചും സൗജന്യവുമാണ്. ഇത് ഈസിയായി ഇൻസ്റ്റാൾ ചെയ്യാനും സാധിക്കും. മാത്രമല്ല, വാട്സപ്പ്, ടെലിഗ്രാം പോലെയുള്ള മെസ്സേജിംഗ് ആപ്പ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കഴിയും. ഓരോ തവണയും കാര്യങ്ങൾ ആവർത്തിച്ച് പറയേണ്ട ആവശ്യമില്ല. ഉപയോക്താവിന്റെ ആവശ്യം മനസ്സിലാക്കി ടാസ്കുകൾ ചെയ്യാൻ ഇതിന് കഴിയും. ചാറ്റ് GPT, ക്ലൗഡ് പോലെയുള്ള AI ഏജൻസി ഉപയോഗിച്ച് ഇത് റൺ ചെയ്യാം. 2026 മാർച്ചിൽ ഇത് ചരിത്രത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റായി മാറി. എന്നാൽ ഓപ്പൺ ക്ലൗഡിന്റെ സുരക്ഷാ ഫീച്ചറുകളിൽ വൻ ആശങ്കകളുണ്ട്. കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ ഇതിന് വലിയ പെർമിഷൻ ആവശ്യമാണ്. ഇത് നിങ്ങളുടെ പ്രൈവസിയെയും ഡാറ്റ സുരക്ഷയുമാണ് ബാധിക്കുക. ആർക്കും ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നത്ര എളുപ്പത്തിലുള്ള കോഡുകളാണ് ഓപ്പൺ ക്ലൗഡിന്റേത്. ചൈനീസ് സർക്കാർ ഇതിനെതിരെ ഔദ്യോഗികമായി തന്നെ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഡാറ്റ മോഷണം, പ്രോംപ്റ്റ് ഇൻജക്ഷൻ ആക്രമണങ്ങൾ എന്നിവയ്ക്കെതിരെ സർക്കാർ കർശന നിർദ്ദേശം നൽകി. ഓപ്പൺ ക്ലൗഡ് ടീം പിഴവുകൾ പരിഹരിക്കാൻ വേഗത്തിൽ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഈ സംഭവം AI യുടെ ഭാവിയിലെ സുരക്ഷയെക്കുറിച്ച് വലിയൊരു ചോദ്യചിഹ്നമാണ് ഉയർത്തുന്നത്.